ഹലോ, നമ്മുടെ പുളിയൊക്കെ ഒന്ന് വെയിലത്തിട്ടതാണേ. ഈ പുകയ്ക്കുമ്പം മൊത്തം പുകയാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇതൊന്ന് ഈ പുളിയൊക്കെ ഒന്ന് വെയിലത്തിട്ട് ഉണങ്ങാന്നേ. അങ്ങനെ നോക്കുമ്പം നല്ല മഴക്കാരാണ്, നമുക്ക് ഭയങ്കര മഴക്കാരേ. അപ്പോൾ ഈ ഇത് ഞാൻ നിങ്ങൾ നോക്കി അപ്പം എന്താ ചെയ്യുക, ഏതായാലും നോക്കിയിരിക്കുക തന്നെ. ഇങ്ങനെ വന്നപ്പോഴുണ്ടല്ലോ നമ്മുടെ കിഴുകാനെല്ലി, ഈ സംഭവം ഉണ്ടല്ലോ, ഇതെത്ര നല്ലതാണെന്നറിയാമോ? കിഴുകാനെല്ലി മഞ്ഞപ്പിത്തത്തിന് നല്ല സാധനമാണേ. അതുപോലെ തന്നെ ഈ കിഴുകാനെല്ലി അരച്ച് കുടിച്ചാൽ കരളിന് നല്ലതാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ നട്ട് വളർത്തുന്ന ഒത്തിരി നല്ലതാണേ. എന്താ പറയുക, ഇതാണ് കൂർക്ക. എല്ലാ സാധനവും നട്ട് പിടിപ്പിക്കും കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ഈ സംഭവം എന്നാണെന്നറിയോ, അമ്പലത്തിലൊക്കെ എടുക്കുന്ന പൂജയ്ക്ക് എടുക്കുന്ന സംഭവമില്ലേ, അതിൻ്റെ പേര് ചെറുള. ഈ ചെറുള മൂത്രക്കല്ലിന് ഭയങ്കര നല്ലതാണേ. മൂത്രക്കല്ലിന്, അതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ നല്ലതാണ്. കിഴുകാനെല്ലിയും അതിൻ്റെ ഒപ്പം ചെറുളയും ഒക്കെ നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണ്. കൊടകനും ചെറിയ ജീരകവും കൂടെ വെള്ളത്തിൽ ഇട്ട് കുടിച്ചാൽ അതും വളരെ നല്ലതാണ്. പിന്നെ ഇത് ഇവിടുത്തെ ഞങ്ങളുടെ ഒരു വെണ്ടത്തോട്ടമുണ്ടേ. വെണ്ട കണ്ടോ, ഇത് വെണ്ടയാണേ. ഈ വെണ്ട ഞങ്ങൾ ഒന്നിച്ചാണ് നട്ടേക്കുന്നത്, അതുണ്ടോ. എല്ലാം കൂടെ അടുപ്പിച്ച് നട്ട് വെച്ചേക്കുക വെണ്ട. അപ്പോൾ ഒരു കൂട്ടമായിട്ടാണ് നിൽക്കുക. വെണ്ടയുടെ ഭയങ്കര ഒരു സെറ്റപ്പിൽ വെണ്ട വെച്ചിരിക്കുകയാണേ. അപ്പോൾ ഞങ്ങൾക്കിവിടെ ഒരു മാവുണ്ടായിരുന്നു. ഈ മാവുണ്ടല്ലോ, 1 കിലോ മാങ്ങ കായ്ക്കുന്ന കൂട്ട് സൈസ് മാവാണ്. ആരെങ്കിലും വിശ്വസിക്കുമോ? ഞങ്ങൾക്കൊരു കഴിഞ്ഞ കൊല്ലം 5-6 മാങ്ങ ഉണ്ടായി. അങ്ങനെ ഞങ്ങളുടെ അതുപോലെ തന്നെ വഴുതന നട്ടിട്ടുണ്ട്. അത് ഞാൻ അടുപ്പിച്ചാണ് വഴുതന നട്ടേ. കണ്ടോ, വഴുതനങ്ങ തൊട്ടടുത്ത് വഴുതനങ്ങ ഉണ്ടായിരിക്കുന്നുണ്ടോ. ഞങ്ങളുടെ വഴുതനയുടെ ഇതാട്ടോ. വഴുതനങ്ങ കായ്ച്ച് കിടക്കുക. മഴക്കാലത്തും എപ്പോഴും വഴുതനങ്ങ ഉണ്ടാവും, എല്ലാ സാധനങ്ങളും. അത് നമുക്ക് അതുപോലെ ഞങ്ങൾ തുളസി നട്ടുപിടിപ്പിക്കുവേ. തുളസി കണ്ടോ, തുളസി. ഇതൊക്കെ ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക്. അതുപോലെ ഞങ്ങൾക്ക് പേരയ്ക്കയുണ്ട്, കൂടിട്ട് വെച്ചിരിക്കുക കേട്ടോ. കൂടിട്ട് വെച്ചിരിക്കുന്ന പേരയ്ക്കയത് ഉണ്ടോ. പേരയ്ക്ക കൂടിട്ട് വെച്ചിരിക്കുക. കാണിക്കാനെത്തുന്നില്ല. ഇതുണ്ടോ പേരയ്ക്ക, മൂത്ത പേരയ്ക്കയാണ്. കൂടിട്ട് വെച്ചിരിക്കുക ഞങ്ങൾ. അപ്പോൾ ഒരെണ്ണം ഞാൻ പറിച്ചു. ശരിക്കും പഴുത്തിട്ടില്ല, എന്നാലും അത് പഴുത്ത്. ഇതുണ്ടോ പേരയ്ക്ക. ഇങ്ങനെ നമ്മളുടെ ഈ പ്രകൃതിയിൽ നിന്ന് പറിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമല്ലേ. അതുപോലെ തന്നെ ഞങ്ങൾ കുറ്റിക്കുരുമുളക് ചെടിയാണ്. ഇത് കുറ്റിക്കുരുമുളക് ഉണ്ടോ. ഇത് കൊച്ചു കുരുമുളക് ചെടിയാലും ഉണ്ടോ, ഇങ്ങനെ തിരിയൊക്കെ ഇട്ട് നിൽക്കുന്നത്. അതുപോലെ നെല്ലി, ഇതൊക്കെ ഞങ്ങളുടെ പറമ്പിലെ സംഭവങ്ങളാട്ടോ. എല്ലാവർക്കും ശുഭദിനാശംസകൾ. സന്തോഷത്തോടെ അർപ്പിക്കുന്നത് ഞങ്ങളുടെ തോട്ടം. ഓക്കെ, ഇത് നമ്മുടെ പേരയ്ക്ക. ഇത് എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല. ഒരു പ്ലാവ് ഇതിൽ നട്ടുപിടിച്ചിരിക്കുകയാണേ.